പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ ആളോടാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു അമ്പലപ്പുഴയിലെ വികസനം കൊണ്ട് ആറാടുകയാണെന്ന് പറയുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ, അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൽ, അദ്ദേഹത്തിൻ്റെ വാർഡിൽ, അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 15-ാം വാർഡിൽ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജനങ്ങൾ BJP അംഗീകരിച്ചുകൊണ്ട് 17 BJPയുടെ മെമ്പർ വന്നു. ആ സമയത്ത് ഈ പറയുന്ന ഇദ്ദേഹം പറയുന്ന ടെട്രിപ്പാടുകൾ ആ വാർഡിൽ മാത്രം ഒഴിച്ചു നിർത്തിക്കൊണ്ട് അപ്പുറയും ഇപ്പുറയും സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ അവിടുത്തെ ജനങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്നൊരു സ്ഥിതി അദ്ദേഹം കാഴ്ചവെച്ചു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലൂടെ. പറയട്ടെ, രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം വലിയ വായിലെ പറഞ്ഞു 6 കോടി ചെലവഴിച്ച് അമ്പലപ്പുഴ അമ്പലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വികസനം നടപ്പിലാക്കിയെന്ന്. ഞാനൊരു ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നൊരു സ്റ്റാഫ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉപദേശക സമിതി സെക്രട്ടറിയാണ്. ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഏകദേശം 17 ക്ഷേത്രങ്ങളിൽ, ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ 17 ക്ഷേത്രങ്ങളിലായിട്ട് 27,68,00,000 രൂപ കേന്ദ്രം കൊടുത്ത നാഷണൽ ഹൈവേയുടെ 27,68,00,000 രൂപ സംസ്ഥാന സർക്കാർ യാതൊരു രീതിയിലും ക്ഷേത്രങ്ങൾക്ക് രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ അടിച്ചു മാറ്റി ഇടതുപക്ഷത്തിൻ്റെ LDF സർക്കാർ വകമാറ്റി ചിലവഴിക്കുകയാണ് എന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. അതാണ് നേരത്തെ അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞത്. അതെ. മറ്റൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പറഞ്ഞു ഇവിടുത്തെ തീരദേശ മേഖല ഇവിടുത്തെ കേന്ദ്ര സർക്കാരാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് നിയന്ത്രിക്കേണ്ടത്. നമ്മളെല്ലാവരും ആലപ്പുഴ ബീച്ചിൽ പോകുന്നതാണ്. ആലപ്പുഴ ബീച്ചിൽ കേന്ദ്ര സർക്കാരല്ല അവിടുത്തെ കടകൾ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരല്ല. അവിടുത്തെ കടകളിൽ നിന്ന് സാധാരണപ്പെട്ട അത്താഴ പ്രശ്നിക്കായ ആളുകളെ കടകൾ കൊടുത്തുകൊണ്ട് വലിയ വലിയ സംഘങ്ങൾക്ക് കൊടുത്തുകൊണ്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ട് വലിയ സാമ്പത്തികം അവിടുത്തെ മുനിസിപ്പാലിറ്റി, ഇടതുപക്ഷത്തിൻ്റെ മുനിസിപ്പാലിറ്റി പിഴിഞ്ഞെടുക്കുകയാണ് അവിടുത്തെ ജനങ്ങൾക്ക് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അത് വേറെ വീട്. ഇപ്പോഴത്തെ 5 വർഷം കൊണ്ട് ഇവിടുത്തെ MLA H. സലാം ഇവിടുത്തെ വികസനം 50 വർഷം പുറകിലോട്ട് അടിക്കുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പഞ്ചായത്ത് കൂടെയാണ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ഹോസ്പിറ്റലാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വികസനത്തിൽ മുൻപന്തിയിലാന്ന് പറഞ്ഞ ആരോഗ്യത്തിൽ പിൻപന്തിയിലോട്ട് പോകുന്ന വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അവിടെ സാധാരണപ്പെട്ടൊരു രോഗി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ഗ്യാസിൻ്റെ ഗുളികയായിട്ടുള്ള പാൻഡോപ്പ് പോലും ഇല്ലാത്തൊരു ഗതികെട്ട ഹോസ്പിറ്റലായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് മാറി. അതുമാത്രമല്ല, അവിടെ വികലാംഗർക്ക് വേണ്ടിയിട്ട് HDC എന്ന ഒരു സംരംഭത്തിലൂടെ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ കഴുത്തറ്റ ഒരു നടപടി എടുത്തുകൊണ്ട് അവിടുത്തെ വികലാംഗർക്ക് കൊടുക്കേണ്ട കടകൾ അവിടുത്തെ വലിയ മുതലാളിമാർക്ക് വിറ്റ് തുളയ്ക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് H. സലാം MLA മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഇതിനെന്താണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ആളിന് പറയാനുള്ളത്? ഓക്കെ ഈ ശ്യാംജി, ഇതിൽ നേരത്തെ അനിൽ ബോസും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതായത് 6 കോടി പറഞ്ഞതിൽ അങ്ങനെ അഭിമാനിക്കാനുള്ള വകയില്ല. കേന്ദ്ര സർക്കാർ കൊടുത്ത പണം അത് ഇതുവരെ ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടില്ല. സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് പോയിരിക്കുന്നത്, വകമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് റിപ്പോർട്ട് വന്നതാണത്. റിപ്പോർട്ട് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു മിനിറ്റ്, എഴുന്നേറ്റ് അങ്ങനെ പറയാം. അല്ല, മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുത കാണിക്കണം. ചുമ്മാ വളവളാന്ന് വർത്താനം പറയാൻ കാര്യമില്ല. വളവളാന്ന് വർത്താനം പറയാൻ പോകാൻ പറ്റൂല. വളവളാന്ന് വർത്താനം പറയാൻ പോകാൻ പറ്റൂല. അങ്ങനെയല്ല, ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടും. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതിലൊന്ന്, ഞാൻ സൂചിപ്പിച്ച വികസനം ഒരു ചരിത്ര സംഭവമായതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. കാര്യം എന്താ, 1980 ഏറ്റവും അവസാനമായി ഈ സത്രത്തിനകത്ത്, ഇവിടെ ഒരു സത്രം ഉണ്ടല്ലോ, എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടന്നത്. അതിനുശേഷം അത് കിടക്കുന്ന അവസ്ഥ ദയനീയമായിരുന്നു. ആ അവസ്ഥ പരിഹരിക്കാൻ എത്രയോ കാലം ഇവിടെ കേന്ദ്രമന്ത്രിമാരൊക്കെ എന്തുമാത്രം ആളുകൾ വന്നു പോകുന്ന. ഇത് കൊടുത്തത് ഇപ്പൊ അടുത്താണോ ഈ 6 കോടി? അത് പാസ്സായി വരണ്ടേ? കൊടുത്ത് ഉദ്ഘാടനം എപ്പോഴാ കൊടുത്തതെന്നാ ചോദിച്ചത്? കൊടുത്തത് 3 മാസം മുന്നെയാണ്. അപ്പൊ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പശ്ചാത്താപം എന്നോണാണോ? പശ്ചാത്താപമല്ല, കൃത്യമായിട്ട് നിങ്ങളുടെ ആംഗിളിലേക്ക് വരുന്ന ഇപ്പോഴാ. ഞാൻ അതിലേക്ക് വരാം. നിങ്ങളുടെ ആംഗിളിലേക്ക് വരുന്നത് ഇപ്പോഴാ കൊടുത്തത്. അതിലേക്ക് ഞാൻ വരാം. നിങ്ങളുടെ ആംഗിളിലേക്ക് കറക്റ്റ് നിങ്ങളിപ്പോ വന്നു. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട്, അത് നടക്കട്ടെ. ശരി. പക്ഷേ ഇവിടെ അത് ചെയ്യാൻ
ആരും മനസ്സ് വെക്കാതിരുന്ന സമയത്ത് ഇതിനകത്തൊരു അമ്യൂണിറ്റി സെൻറ്റർ സ്ഥാപിക്കണം. അത് സ്ഥാപിക്കാനുള്ള പൈസ വെച്ചു. തീർത്ഥാടന ടൂറിസത്തിൽ ഈ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തി. തീർത്ഥാടന ടൂറിസമുണ്ട്. അതിൽ നിന്ന് ആ ഹെഡിൽ നിന്നാണ് പൈസ 5 കോടി വെച്ചത്. മറ്റൊന്ന് MLA ഫണ്ടിൻ്റെ ഭാഗമായി ഓഡിറ്റോറിയം നിർമ്മാണം. അങ്ങനെയാണ് 6 കോടി. അങ്ങനെ 6 കോടി ഒരു MLA വെച്ചാൽ അതിവിടെ പറയണ്ടേ? അത് പറയുന്നത് മഹാപരാധം പോലെയാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന് ഈ സഹോദരൻ പറഞ്ഞ പുലിമുട്ടിൻ്റെ കാര്യം പറഞ്ഞു. സഹോദര, കേന്ദ്ര സർക്കാരാണ് തീരം സംരക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ പോയി പഠിക്കണം. 1. 2, നിങ്ങൾ പറഞ്ഞ ആ റോട്ടിന് അവിടെ ഒരു സ്ഥാനാർത്ഥി BJPയുടെ ജയിച്ചത് കൊണ്ട് അവിടെ മാറ്റിവെക്കുമെന്ന് പറയുന്നത് തലയുടെ അകത്ത് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് തോന്നുന്നു. ഒരു പദ്ധതി വന്നാൽ അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ട്, പ്ലാൻ ഉണ്ട്. അത് വെച്ചേ പണിയാൻ പറ്റൂ. ഇവർ ആ റോട്ടിന് BJP ജയിച്ചെന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 300 വോട്ടിനാണ് LDF ജയിച്ചത്. 300 വോട്ടിന് ആ വാർഡിൽ ഞങ്ങൾ വികസനം മുടക്കിയെങ്കിൽ അവിടെ ജയിക്കുമോ? അപ്പോൾ വികസന കാര്യങ്ങളിൽ ഞങ്ങൾ രാഷ്ട്രീയമൊന്നും കാണാറില്ല. കൃത്യമായ രീതിയിലേക്ക് ഈ വികസന കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂചിപ്പിച്ചതല്ലേ? ആലപ്പുഴ മെഡിക്കൽ കോളേജ് കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രിയാണ്, ഒരു തർക്കവുമില്ല. പക്ഷേ കത്രിക കൊണ്ട് കുത്തിക്കയറ്റി വെച്ചത് ഇവിടുന്ന് LDFൻ്റെ MLA അല്ലെങ്കിൽ മന്ത്രി, ആരോഗ്യമന്ത്രി പറയുകയാണ്, ശരി ഇന്ന് ഒരു രോഗി വരുന്നുണ്ട്, 2 കത്രിക അകത്തേക്ക് വെച്ചേക്ക് എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നതാണോ? ഞങ്ങൾ ഉൾപ്പെടെ അതിനെതിരെ പ്രതിഷേധിച്ചവരാണ്. എന്താണ് അന്ന് ആ ഡോക്ടർ, അവിടെ ചികിത്സിച്ച ഡോക്ടർ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, അവർ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു തെറ്റ്. അവർ പറഞ്ഞ 50 കൊല്ലം വേണേൽ അതിനകത്തിരിക്കും. അതാണ് നാട്ടിൽ കോളുകളൊക്കെ ഉണ്ടാക്കിയത്. ഒരു സർജറിക്ക് ഒരു കത്രിക ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ലതാണോ? എന്നിട്ട് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, അംഗീകരിക്കല്ല, ശരിയല്ല. ആ ശരിയല്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ തെറ്റായ ഒരു കാര്യം പറഞ്ഞതിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ നിങ്ങൾ ക്രൂശിച്ചത്. അന്ന് ഞങ്ങൾ മാധ്യമങ്ങൾ തെറ്റായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ആ ഡോക്ടർ തെറ്റുകൾ ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടി റിസർച്ച് ചെയ്യായിരുന്നു. CPM-കാരനാണ്. ആരുമായിക്കോട്ടെ, അതാണ് നിലപാട്. ആ നിലപാടാണ് സ്വീകരിച്ചത്.